ഹായ്. അപ്പോൾ ദേ നമ്മളിന്ന് ഈ കമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാതിരി ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് OHP ഷീറ്റിൻ്റെ ചെറിയൊരു പീസാണ്. നിങ്ങളുടെ കയ്യിൽ OHP ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്താലും മതി. അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു വയലറ്റ് കളർ കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. അത് ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് V ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലത്തെ 3 സെറ്റ് വേണം കേട്ടോ ഒരു കമ്മലിന്. അങ്ങനെ ടോട്ടൽ 6 സെറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഡ്രൈ ആവാൻ വിടാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗിയർ വയറിൻ്റെ ചെറിയൊരു പീസാണ്. ഇതുപോലെ സെൻറ്റർ കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഹാങ്ങിങ് ബീഡ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് തന്നെ ഒരു വൈറ്റ് ബീഡും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഗിയർ വയറിൻ്റെ ഒരു പീസിൽ ഒരു ഗുങ്കുരു ബീഡ് ഇട്ട് കൊടുക്കുക. നമുക്ക് അങ്ങനത്തെ 6 സെറ്റ് വേണം കേട്ടോ. ഇനി നമ്മളിതേ ഡ്രൈ ആക്കാൻ വെച്ചിരുന്നല്ലോ, നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാർട്സായിട്ട് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആ ഹാങ്ങിങ് പാർട്ട് ഞാനിതേ ഗിയർ വയർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് എൻഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഏറ്റവും ബോട്ടം പാർട്ട് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഇൻവേർട്ടഡ് V ആണല്ലോ, അതിൻ്റെ 2 എൻഡ്സിലും നമുക്ക് ഇതുപോലെ ആ ഗുങ്കുരു ബീഡ്സ് ഇട്ടിട്ടുള്ള ആ ഒരു പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ട് മുകളിലുള്ള 2 പോർഷനും കൂടെ റെഡിയാക്കി എടുക്കാം. അതിൽ 2 സൈഡിലും ഗുങ്കുരു ബീഡ്സ് ഉള്ള ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് വൈറ്റ് ബീഡുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഗിയർ വയറിൻ്റെ എൻഡ് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ നോക്കണ്ട, നമുക്കത് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ 3ാമത്തെ പാർട്ടും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഡ്രൈ ആവാൻ വിടാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ വയർ തന്നെ ഇങ്ങനെ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഗിയർ വയർ ആകുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഐപ്പിന് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഐപ്പിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ കാണാൻ ഭംഗി ഒന്നും കൂടെ ഗിയർ വയർ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രം അസംബിൾ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. എല്ലാ പീസുകളും ജോയിൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ 3 പാർട്ടും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പ് പോർഷനിൽ സ്റ്റഡ് ബേസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.